സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നിൽക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിന്ന അതേ കോളേജിൽ തന്നെയാണ്, അതേ അക്കാഡമിയിൽ തന്നെയാണ്, എറണാകുളത്തെ കലൂരുള്ള ആരോ വിങ്സ് അക്കാഡമി. ഇവിടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തത് ഇവിടുത്തെ സ്റ്റുഡൻസിനെ വെച്ച് മനോഹരമായ ഒരു എപ്പിസോഡാണ്. പക്ഷെ അതൊക്കെ മേലെ ഒരു സാധനമാണ് ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇവിടുത്തെ ഫാക്കൽറ്റീസ്, കുട്ടികൾ അങ്ങനെയാണെങ്കിൽ അതൊക്കെ മേലെ ആയിരിക്കും ഇവിടുത്തെ ഫാക്കൽറ്റീസ്. ഫുള്ള് എനർജിയുള്ള, അത് ഭയങ്കര കഴിവുള്ള, അതായത് പവർ പാക്ഡ് ആയിട്ട് അവരിങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും എല്ലാം പഠിച്ചിട്ട് നിൽക്കുകയാണ്. എപ്പോഴാണെന്ന് ചോദിച്ച് നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും അവരുടെ അടുത്തോട്ട് പോവാം. കമാൺ. ആക്ട്രസ് നഗ്മ വളരെ മനോഹരമായ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. തമിഴിലൊക്കെ ഒരുപാട് ഹിറ്റ് കൊടുത്തിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. ഭാഷ, കാതലൻ, ഹിന്ദിയിൽ സൽമാൻ ഖാൻ്റെ കൂടെ ആക്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലും ഒരുപിടി നല്ല ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ മാസ്സായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചതുരംഗത്തിൽ ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിട്ടുള്ളൊരു ക്യാരക്ടർ ബാബുരാജിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആ ഒരു ഡയലോഗാണ് നമ്മുടെ ഇവിടുത്തെ ഫാക്കൽറ്റീസിന് കൊടുക്കുന്നത്. അതെങ്ങനെ അവർ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് നോക്കാം. തന്റെ വായി നാ തിരുനാമൊന്ന് വീണ് കിട്ടാനാ ഞാൻ ഇത്രയും ചോദിച്ചത്. ആരാടോ ഈ ആറ്റിപ്രാക്കൽ ജിമ്മി? ഇവിടെ വന്ന് കയറിയത് മുതൽ ഞാൻ കേൾക്കുന്ന പേരാണല്ലോ ഇത്. ഈ ആറ്റിപ്രാക്കൽ ജിമ്മി ആരാടോ? പാലായുടെ സാമന്ത രാജാവോ? ബാറിന്റെ പടിക്കൽ സമരം നടത്തുന്നവരെ ആളെ വിട്ട് അടുപ്പിക്കുന്ന തന്റെ ആറ്റിപ്രാക്കൽ ജിമ്മി മുന്നറിയിപ്പ് തന്നിരുന്നല്ലേ? ഒരു എക്സ്ക്യൂസ് എനിക്ക് കേൾക്കണ്ട. വേണ്ടത്ര പോലീസുകാരെ വിടാതെ ജിമ്മിക്ക് പിന്തുണ കൊടുത്ത് താൻ കയ്യും കെട്ടി നിന്ന് കയ്യാങ്കളി നോക്കി രസിച്ചു അല്ലേ? ഈ മെതിക്കളം തൊമ്മിയും ആറ്റിപ്രാക്കനും ഒക്കെ എത്ര രൂപയാണ് തനിക്ക് മാസപ്പടിയായി തരുന്നത്? എന്തായാലും 24 hours ഈ ജിമ്മി അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരണം. എന്താ മാഡം, അത് ഭരണപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ... തനിക്ക് ഈ യൂണിഫോം ഊരിയിട്ടിട്ട് അയാളുടെ വീട്ടിൽ പോയി അരി വെക്കാൻ നിന്നൂടെ? ആരോ വിങ്സ് കണ്ടില്ലേ? വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ഇവർ. സ്റ്റാഫ്സും ഒക്കെ ഉണ്ട് അല്ലേ? സാധാരണ നമ്മൾ സ്റ്റുഡൻസിനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ സ്റ്റുഡൻസിനേക്കാളും എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഫാക്കൽറ്റീസിനെയാണ് നമ്മൾ കണ്ടത്. അപ്പം നമ്മൾ പ്രൊഡ്യൂസർ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു എപ്പിസോഡ് നമുക്ക് ഇവരെ വെച്ച് ചെയ്യിപ്പിക്കണം. അതിപ്പോൾ നിങ്ങൾക്ക് കാണാം എന്തുകൊണ്ടാണ് ഇവരെ വെച്ചിട്ടൊരു എപ്പിസോഡ് എടുക്കുന്നത് എന്നുള്ളത്, അവരെ എനർജി എന്താണെന്നുള്ളത് കാണാം. ആദ്യം തന്നെ ഞാൻ വിളിക്കുന്നു. വരൂ സർ. താങ്ക് യു. ഹായ്. ഹലോ. നൈസ് ടു മീറ്റ് യു. താങ്ക് യു. എന്താണ് പേര്? എൻ്റെ ഒരു ഉദ്ദേശം എന്നാണ്. ഞാനിവിടെ പ്ലേസ്മെന്റ് ഓഫീസറാണ് കോളേജിൽ. വെരി ഗുഡ്. അപ്പോൾ ഈ സംഭാഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് അവരുടെ എനർജി മനസ്സിലാവും. അപ്പോൾ സാർ പാടും? ഞാനല്ല പാടുന്ന ആള്, വേറെ രണ്ടുപേരുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. വേണി ഒരു പാട്ട് ഞാൻ പാടാം. അതാണല്ലോ നമുക്ക് എനർജി ആണല്ലോ ഇപ്പൊ വേണ്ടത്. പാടാൻ അറിയാത്തവർ പാടുമ്പോ ചിലപ്പോ അതിനായിട്ട് രസം ഉണ്ടെങ്കിലും അല്ലേ? ജസ്റ്റ് ട്രൈ. ഓക്കെ, ഒരു ഹിന്ദി പാട്ട് പാടാം. ഓക്കെ, പാടൂ പ്ലീസ്. പാടല്ലേ പ്ലീസ്. പാടൂലേ പാടല്ലേ. പാടി. घर से निकलते ही कुछ दूर चलते ही रास्ते में है उसका घर. कल सुबह देखा तो बाल बनाती वो खिड़की में आई नजर. നല്ല ശബ്ദം, നല്ല ശബ്ദം. നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേലും ഇതുകൊണ്ട് ജീവിക്കാം. ഞാനതല്ല ആലോചിക്കുന്നത്. പാടാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് നല്ല ഒന്നാന്തരമായിട്ട് പാടുകയാണ് അല്ലേ? വിനയമായിരുന്നു അല്ലേ? പക്ഷെ നന്നായി പാടി. പാപ്പാക്ക് ഹൃദയാണെന്ന് തോന്നുന്നു. രാകേഷ് റോഷനോ മറ്റോ ഇതില് അല്ലേ? അപ്പൊ വളരെ നല്ല പാട്ടായിരുന്നു. മനോഹരമായിട്ട് തന്നെ പാടി. അടിപൊളി. അപ്പൊ തുടക്കം തന്നെ ഗംഭീരമായിരുന്നു. ഓക്കെ, റെഡി, ആക്ഷൻ. അത് സംഭവിക്കും, എനിക്കറിയാം. ആക്കിയതാണോ? തന്റെ വായിൽ നിന്ന് തിരുനാമം കേൾക്കാൻ വേണ്ടിയാ ഞാൻ കേറി വന്ന ഉടനെ ഞാൻ ഇതൊരു നിസ്സാര പ്രശ്നല്ലേ? തന്റെ വായിൽ നിന്ന് തിരുനാമം ഒന്ന് വീണ് കിട്ടാനാ ഞാൻ കേറി വന്ന ഉടനെ ഞാൻ ചോദിച്ചത് ആരാടോ ഈ ആറ്റിപ്രാക്കൽ ബ്രാഞ്ച്?
തന്റെ വായിന്ന തിരുനാമം ഒന്ന് വീണ് കിട്ടാൻ വേണ്ടിയാ ഞാൻ കേറി വന്ന ഉടനെ തന്നോട് ഈ പേര് ചോദിച്ചത്. ആരോടോ ഈ ആറ്റിപ്രാക്കൽ ജിമ്മി? പാലായുടെ സാമന്ത രാജാവോ? ബാറിന് മുന്നിൽ സമരം ചെയ്തവരെ ആളെ വിട്ട് തല്ലിക്കാൻ തനിക്ക് നേരത്തെ ഇൻഫർമേഷൻ കിട്ടിയതല്ലേ? എന്തുകൊണ്ട് താൻ കൈയും കെട്ടി നോക്കി നിന്നു? അതുകൊണ്ട് തനിക്കൊക്കെ അവരുടെ വീട്ടിൽ പോയി ചോറുണ്ടാക്കി കൊടുക്കും. തനിക്കൊക്കെ യൂണിഫോം അഴിച്ചു വെച്ച് അവന്റെ വീട്ടിൽ പോയിട്ട് ചോറുണ്ടാക്കി കൊടുത്തോടോ. ഇതല്ല തനിക്ക് പറ്റിയ പണി. ഓക്കെ ഓക്കെ, സമാധാനമായി. എന്റെ വേട്ടയ്ക്കൊരു മകനെ നീ രക്ഷിച്ചു. അപ്പോൾ തന്നെ നമുക്കൊരു പാട്ട്, അടുത്തൊരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം. നമ്മൾ വിളിക്കുന്നു സാർ, വരും സാർ. എന്താണ് പേര്? എൻ്റെ പേര് ദീപു. ഇവിടെ ഏത്? ഞാൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഡ്രില്ലിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സ് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിയാണ്. പിന്നെ ജോബ് ഹബ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ്. നാട് എവിടെയാണ്? നാട് ചെങ്ങന്നൂർ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ആരോ പാടുകയാണൊരു പ്രേമ ഹിന്ദോളം, ഉള്ളിനുള്ളിൽ പ്രണയസരോവിൻ സാന്ദ്രമാം ഭാവം, കാതിൽ മെല്ലെ കിക്കിളി കൂട്ടും ചില്ലുലോലാക്കിൻ സാദര സ്വരമന്ത്രമുണർത്തും ലോലസല്ലാപം, ഒരു കോടി സൂര്യമണി തേടി തെളിവാനിൽ മെല്ലെ ഉയരാൻ വാ, ശിശിരം പകരും പനി നീർമഴയിൽ വെറുതെ നനയുമ്പോൾ, ധീം തന ധീം തന ധീരന ധീം തിരന ധീം തന ധീം തന ധീരന, തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തൂവൽ മെനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ. ഗംഭീരമായിരുന്നു. അപ്പൊ ഇനി നമുക്ക് ആക്ടിങ്ങിലേക്ക് കിടക്കാം അല്ലേ? അപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ അത്യാവശ്യം, ഞാൻ ആദ്യം തന്നെ വന്ന സാർ അധികം പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് മനോഹരമായിട്ട് പാടി. ഇവിടെ ഒന്നാന്തരം എനിക്കൊന്ന് ഒരു ഗായക സംഭവം കൂടെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു ഇല്ലേ? അടിപൊളി അടിപൊളി. ഞങ്ങളുടെ പ്രോഗ്രാമിന് ഞങ്ങൾ തന്നെയാണ് പാട്ട് പാടുന്നത്. പിന്നെ പുറത്തുനിന്ന് ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളൊക്കെ നല്ല കലാകാരന്മാരാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ടിങ്ങിലേക്ക് കിടക്കാം അല്ലേ? റെഡി? മൈക്ക് കൈ വേണം, വേണമെങ്കിൽ തരാം. ഓക്കെ, ആക്ഷൻ. തന്റെ വായി നാ തിരുനാമം ഒന്ന് വീണ് കേൾക്കാൻ വേണ്ടിയാ ഞാൻ വന്ന് കയറിയപ്പോഴേ ചോദിച്ചത്, ആരാടോ ഈ ആറ്റിപ്രാക്കൽ ജിമ്മി? പാലയിലെ സാമന്ത രാജാവോ? ബാറിന് മുമ്പിൽ അടി നടക്കുമെന്ന് അറിഞ്ഞിട്ട് ബാറിന് മുമ്പിൽ സമരം ചെയ്യുന്ന ആൾക്കാരെ ആളെ വിട്ട് തല്ലിക്കുമെന്ന് തന്റെ ആറ്റിപ്രാക്കൽ ജിമ്മി മുന്നറിയിപ്പ് തന്നില്ലേ? എന്നിട്ടും വേണ്ടത്ര എനിക്കൊരു എക്സ്ക്യൂസും കേൾക്കണ്ട, വേണ്ടത്ര നിന്നെ കൊണ്ട് കൂട്ടിയ കൂടില്ല. വേണ്ടത്ര പോലീസുകാരെ വിട്ടുതരാതെ കൈയും കെട്ടി നോക്കിയിരിക്കില്ലായിരുന്നു താൻ. ഈ ആറ്റിപ്രാക്കൽ ജിമ്മിയും മെതിക്കട തൊമ്മിയും തനിക്ക് എത്ര രൂപയാണ് മാസപ്പടി തരുന്നത്? തനിക്ക് യൂണിഫോം ഊരി വെച്ചിട്ട് വല്ല കഞ്ഞി വെക്കാനും പോകുന്നത്. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ, മനസ്സ് നിറയിപ്പോ സന്തോഷ. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് ഇത്രയും കറക്റ്റാണ്. ഒന്നുകൂടി നമുക്കൊന്ന് അഭിനയിച്ച്. അതാ അറിയാത്ത. അല്ല, നേരത്തെ കുറച്ച് സാറേ അഭിനയ തരംഗമാണ്. കുറച്ച് സ്ഥലം ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. റെഡി, ആക്ഷൻ. തന്റെ വായി നാ തിരുനാമം ഒന്ന് കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും ചോദിച്ചത്. ആരാടോ ഈ ആറ്റിപ്രാക്കൽ ജിമ്മി? പാലയിലെ സാമന്ത രാജാവോ? ബാറിന് മുമ്പിൽ സമരം ചെയ്യുന്നവരെ ആളെ വിട്ട് തല്ലിക്കുമെന്ന് തന്റെ ആറ്റിപ്രാക്കൽ ജിമ്മി മുന്നറിയിപ്പ് തന്നില്ലായിരുന്നു. എന്നിട്ടും എനിക്കൊരു എക്സ്ക്യൂസും കേൾക്കണ്ട, എന്നിട്ടും വേണ്ടത്ര പോലീസുകാരെ വിടാതെ താൻ കൈയും കെട്ടി നോക്കി നിൽക്കുകയല്ലായിരുന്നു. തനിക്ക് ഈ യൂണിഫോം ഊരി വെച്ചിട്ട് വല്ല അരി വെക്കുന്ന ജോലിക്കും പോയിക്കോളൂ. അല്ലേ, അരിയല്ലേ, കഞ്ഞിയാണല്ലേ? അയാൾക്ക് വിവരമില്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞു വെച്ച് നീ ഇത്തിരി കഞ്ഞിയും എടുത്ത് കൊടുക്കണ്ട, അയാൾക്ക് കാറും കലക്കി കൊടുക്കും ഞാൻ. ഈ ആറ്റിപ്രാക്കൽ ജിമ്മിയും മെതിക്കളം തൊമ്മിയും തനിക്ക് എത്ര രൂപയാണ് മാസപ്പടി തരുന്നത്? തനിക്ക് ഈ യൂണിഫോം ഊരി വെച്ചിട്ട് അവരുടെ വീട്ടില് അരി വെക്കാൻ പോയിക്കൂടെ? സൂപ്പർ. എന്റെ ജീവിതം ധന്യമായി വാസുട്ട. രണ്ട് ആൺകുട്ടികൾ വന്ന് ഇവിടെ എന്താണ് കസറിയിട്ട് വൈകുന്നേരത്തെ ഒരു അന്തർജനത്തിന് നമുക്ക് വിളിക്കാം.
ജസ്ന അല്ലേ? ആ ജസ്ന. ജസ്നയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് തിങ്സ് എന്ന് പറഞ്ഞാൽ വന്നപ്പോഴും തൊട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്, ചിരിച്ചുകൊണ്ട് മാത്രമേ അദ്ദേഹം നിൽക്കത്തുള്ളൂ. ഉള്ളിൽ കരഞ്ഞാൽ പോലും അദ്ദേഹം ചിരിക്കുകയുള്ളൂ. അത് നല്ലൊരു പോസിറ്റീവ് തിങ്കാണ് കേട്ടോ. കാരണം നമുക്കൊരു പോസിറ്റീവ് എനർജി വരും. എവിടെയാണ് വീട്? എവിടെയാണ്? കൊല്ലം. കൊല്ലത്ത് എവിടെയാണ്? കൊല്ലം പുനലൂര്. ഇവിടെ ഏതാണ്? ഇവിടെ ഞാൻ വർക്ക് ചെയ്യാം, അല്ലാതെ സ്റ്റാഫ്. തുടങ്ങിയല്ലോ. ആദ്യം പാട്ട് പാടും. നല്ലൊരു പാട്ട്. അടിമഴை வரும் அதில் நனைவோமே குளிர் காய்ச்சலோடு ஸ்நேகம் ஒரு பார்வைக்குள் இரு தூக்கம் குழு குழு பொய்கள் சொல்லி என்னை வெல்வாய் அது தெரிந்து கூட அன்பே மனமதையே தான் எதிர்பார்க்கும் எங்கேயும் போகாமல் தினம் வீட்டிலே நீ வேண்டும் சில சமயம் விளையாட்டால் உன் ஆடைக்குள்ளே நான் வேண்டும் வசீகரா என் நெஞ்செனிக்க உன் பொன்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுறங்க உன் ஜன்மங்களில். വണ്ടർഫുൾ. ഗംഭീരമായിട്ട് പാടിയാ. പാട്ട് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷെ നന്നായിട്ട്. അപ്പൊ ശരി, നമുക്ക് എന്നാ ആക്ടിങ്ങിലേക്ക് എടുക്കാം. റെഡി, ആക്ഷൻ. തന്റെ വായിന കലക്കണ്ടിട്ടാ. തന്റെ വായിന തിരുനാമൊന്ന് വീട് കിട്ടാൻ വേണ്ടി ഞാൻ ഇത്ര നേരം ചോദിച്ചു. ആരാ ആരാ? ഈശ്വര, ആരെയാണോ കണിയേണ്ടത്? തന്റെ വായിന തിരുനാമൊന്ന് വീട് കിട്ടാൻ വേണ്ടി ഞാൻ ഇത്ര നേരം ചോദിച്ചത്. ആരാണോ ഈ ജിമ്മി? ആറ്റിപ്രാക്കൽ ജിമ്മി. വന്നപ്പോ മുതൽ കേൾക്കുന്ന ഒരു പേരാ. അയാൾ ആരാ? പാലിയുടെ സാമന്ത രാജാവോ? ഒന്നും നടക്കാൻ പോലുള്ള ബാറിന് മുന്നേ സമരം എല്ലാം പുള്ളി ചിരിയോടുകൂടിയാണ് പറയുന്നത്. ബാറിന് മുന്നിൽ സമരം ചെയ്യുന്നു. അല്ല, സംഭവം ചിരി പോസിറ്റീവ് എന്നൊക്കെയാണെങ്കിൽ ഇതിൽ ഉദ്ദേശത്തോടെ പറയാം. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. തന്റെ വായിന്ന് ആ തിരുനാമൊന്ന് വീണ് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഇത്ര നേരം ചോദിച്ചു തന്നത്. ആരാടോ ഈ ആറ്റിപ്രാക്കൽ ജിമ്മി? പാലിയുടെ സാമന്ത രാജാവോ? ബാറിന് മുന്നിൽ സമരം ചെയ്യുന്നവരുടെ ചെയ്യുന്നവരെ ആളെ വിട്ട് അടുപ്പിക്കുമെന്ന് അങ്ങനെ പറഞ്ഞതല്ലേ? ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. ഒരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കണ്ട. അതും കണ്ടോണ്ട് കൈ കെട്ടി നോക്കി നിന്നില്ലേ? എനിക്ക് തോന്നുന്നത് ഈ ക്യാമറ അടുത്തോട്ടിരുമ്പോഴാണ് ഈ ചിരി വരുന്നത് തോന്നുന്നു. അച്ചോട്ടാ, നമ്മള് വന്നാരും പറഞ്ഞില്ല. അതൊന്നും ശരിയാവൂടാ. എന്താ അവര് നമ്മൾ അങ്ങനെയൊന്നും അല്ല കണ്ടിരിക്കുന്നത്. അതിനച്ചോട്ടൻ കാര്യം പറഞ്ഞില്ലല്ലോ. എന്നാ പിന്നെ നിനക്കാണ് പോയി പറഞ്ഞൂടെ? തൊമ്മിയും ആറ്റിപ്രാക്കൽ ജിമ്മിയും തനിക്ക് എത്രയാണ് മാസപ്പടി തരുന്നത്? യൂണിഫോം ഊരിട്ട് അയാളുടെ വീട്ടിൽ പോയി അരി വെച്ചോടെ? ഈ അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരു സ്വരുക്കൂട്ടായി വരും. പേരെന്താണ്? സ്നേഹ. സ്നേഹ എവിടെയത്? ഞാൻ ഇവിടെ പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ജോബ് ഹബ്. അതിന്റെ പ്ലേസ്മെന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുക. നാട് ആലപ്പുഴ. റെഡി, ആക്ഷൻ. ഒരു ആക്ഷനും കൂടെ പറയാവോ? ആക്ഷൻ. തന്റെ വായി നീ തിരുനാമം കേൾക്കാനോടോ ഞാൻ എത്ര നേരം കാത്തിരുന്നത്. ആരാടോ ഈ ആറ്റിപ്രാക്കൽ ജിമ്മി? ആറ്റിപ്രാക്കൽ ജിമ്മി. ആരാടോ ഈ ആറ്റിപ്രാക്കൽ ജിമ്മി? ഇവിടെ വന്നപ്പം തൊട്ട് കേൾക്കുന്ന പേരാ. അയാൾ ആരാടോ? പാലയുടെ സമ്മന്ത രാജാവ്. ഒരു മാറ്റമില്ലല്ലോ. അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? അയാൾ ആരാടോ? പാലയുടെ സാമന്ത രാജാവോ? ബാറിന് മുന്നിൽ സമരം ചെയ്യുന്ന ആൾക്കാരെ തല്ലിക്കൊല്ലു. ആളെ വിട്ട് തല്ലിക്കുമെന്ന് താൻ മുന്നറിയിപ്പ് തന്നിരുന്നു അല്ലേ? അറിയില്ല, നാക്ക് മുടിക്കില്ല. അങ്ങോട്ട് മാറിയുന്നേ. എനിക്കൊരു എക്സ്ക്യൂസും കേൾക്കണ്ട. കൂടുതൽ പോലീസുകാരെ വിട്ടുകൊടുക്കാതെ താൻ അവരുടെ കളിയും കണ്ട് രസിച്ചു നിന്നല്ലേ?
ഈ എന്ത് തൊമ്മിയ മതക്കളോ ഈ മെതക്കളം തൊമ്മിയും ആറ്റിപ്രാക്കൽ ജിമ്മി എനിക്ക് എത്ര രൂപയുടെ മാസപ്പടി മേടിക്കുന്നത്? താൻ ഈ യൂണിഫോം അയച്ചിട്ട് അയാളുടെ വീട്ടിൽ പോയി വല്ലോ കഞ്ഞി കറി വെക്കണോ, അല്ല ചോറ് വെക്കണോ, അരി വെക്കണോ, അരി വെക്കണോ? ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അത് നിങ്ങളോട് പറയാം. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. എന്താ പോരെ ഫസ്റ്റ് നമ്മളിവിടെ മുക്കൾ ഇട്ടിരിക്കുന്ന ആരോ ഇദ്ദേഹം ആര് വന്ന് ആക്ട് ചെയ്തതിനൊക്കെ ചിരി അങ്ങ് തുടങ്ങുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആക്ടിങ് നമുക്കൊന്നും അല്ലേ? അതാണ്. പേരെന്താണ്? കൃഷ്ണവേണി. തുടങ്ങാം. പാട്ട് രണ്ടുപേരും ഗുരുവായൂരപ്പൻ സത്യമായിട്ടില്ലേ? ഓക്കെ, റെഡി, ആക്ഷൻ. അവിടെ നിന്ന് ചിരിച്ചു തീർത്തിട്ട് മതി. അവിടെ നിന്ന് നിങ്ങൾ ഓരോരുത്തർ അഭിനയിക്കുമ്പോൾ ഭയങ്കര ചിരിയായിരുന്നു. ആക്ഷൻ. തന്റെ വായിന്ന തിരുനാമ എന്നാലും എന്റെ വത്സം മാഷേ നിങ്ങൾക്ക് ഈ ഗതികേട് വന്നല്ലോ. തന്റെ വായിന്ന തിരുനാമം ഒന്ന് ചിരിപ്പിക്കല്ലേ, പാവം പറയട്ടെ. തന്റെ വായിന്ന തിരുനാമം ഒന്ന് വീണ് കിട്ടാനാ ഞാൻ ഇത്രയും ചോദിച്ചത്. ആരാടോ ഈ ആറ്റിപ്രാക്കൽ ജിമ്മി? പാലയുടെ സാമന്ത രാജാവോ? ബാറിന് മുന്നിൽ സമരം ചെയ്യുന്നവരെ ആളെ വിട്ട് തല്ലിക്കുമെന്ന് താൻ ആറ്റിപ്രാക്കൽ ജിമ്മി മുന്നറിയിപ്പ് തന്നിരുന്നു അല്ലേ? വേണ്ട, എനിക്കൊരു എക്സ്ക്യൂസും കേൾക്കണ്ട. വേണ്ടത്ര പോലീസുകാരെ വിട്ട് വേണ്ടത്ര പോലീസുകാരെ വിടാതെ താന കയ്യാങ്കളി നോക്കി നിന്നു അല്ലേ? മെതിക്കുളം തൊമ്മിയും ആറ്റിപ്രാക്കൽ ജിമ്മിയും തനിക്ക് എത്ര രൂപയാണോ മാസപ്പടി തരുന്നേ? തനിക്ക് യൂണിഫോം അഴിച്ചു വെച്ച് അവരുടെ വീട്ടിൽ അരി വെക്കാൻ പൊക്കൂടെ? എന്താണ് ഫാത്തിമ. എവിടെ നാട്? ഞാൻ മലപ്പുറം. ഇവിടെ പീഡിയായിട്ട് വക്കി. പാട്ട് പാടുവോ? എനിക്ക് മാപ്പിളപ്പാട്ടൊക്കെ പാടില്ല. ഇല്ല. റെഡി, ആക്ഷൻ. തന്റെ വായിന്ന തിരുനാമെന്ന് വീട് കിട്ടാൻ വേണ്ടിയാണോ ഞാൻ ഇത്രയും ചോദിച്ചത്? ആരാടോ ഈ ആറ്റിപ്രാക്കൽ ജിമ്മി? വന്ന് കയറി തൊട്ട് കേൾക്കുന്ന ഒരു പേരായിരുന്നു. ആരാടോ ഈ ആറ്റിപ്രാക്കൽ ജിമ്മി? പാലയുടെ സാമന്ത രാജാവോ? ബാറിൽ സമരം ചെയ്യുന്നവർക്ക് ആളെ വിട്ട് തല്ലിപ്പിക്കാൻ ഓനാരാ? തുടങ്ങാൻ വേണ്ട, ഇത് ഒപ്പനയല്ല. ആദ്യം മുന്നറിയിപ്പ് കിട്ടിയിട്ടും വേണ്ടത്ര പോലീസുകാരെ വിട്ടുകൊടുത്തില്ലല്ലോ. എനിക്ക് ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട. ജിമ്മിയും തൊമ്മിയൊക്കെ നിനക്ക് എത്ര മാസപ്പടിയാണോ എത്ര മാസപ്പടിയാണോ തരുന്നേ? നിനക്കൊക്കെ യൂണിഫോം ഊരി വെച്ചിട്ട് അവരുടെ വീട്ടില് കഞ്ഞി വെച്ചൂടെ പോട്ട്? നിനക്കൊക്കെ യൂണിഫോം അയച്ചു വെച്ചിട്ട് അവരുടെ വീട്ടിൽ പോയി കഞ്ഞി വെച്ചൂടെ? എന്തൊരു പ്ലാനിങ്, എന്തൊരു വിവരം, എന്തൊരു ഇത് കണ്ടോ രോമാഞ്ചരത്ത് പഠിക്കുക. അപ്പോൾ വളരെ മനോഹരമായിട്ട് ഓരോ വ്യക്തികളും വളരെ വളരെ മനോഹരമായിട്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളും ഒരാളെക്കാൾ കുറവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്തത് ഇവരെയൊക്കെ ഞാൻ പിൻകടത്തിക്കൊണ്ട് ഞാൻ ഭയങ്കരമായി പെർഫോം ചെയ്യുമെന്നുള്ള കോൺഫിഡൻസോടുകൂടി അടുത്ത ആളെത്തിയിരിക്കുന്നതാണ് പേര്. എൻ്റെ പേര് ശ്യാമെന്നാണ്. ഇവിടെ പ്ലേസ്മെന്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. നാട് ആലപ്പുഴയാണ്. ആലപ്പുഴ. റെഡി അല്ലേ? തന്റെ വായിന്ന തിരുനാമം ഒന്ന് വീണ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം ചോദിച്ചോണ്ടിരുന്നത്. ആരാടോ ഈ ആറ്റിപ്രാക്കൽ ജിമ്മി? പാലയുടെ സാമന്ത രാജാവോ? ബാറിന് മുന്നിൽ സമരം ചെയ്യുന്നവരെ ആളെ വിട്ടടിപ്പിക്കുന്നത് എനിക്ക് നേരത്തെ മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ? എനിക്കൊരു എക്സ്ക്യൂസും കേൾക്കണ്ട. വേണ്ടത്ര പോലീസുകാരെ വിട്ടുകൊടുക്കാതെ താനവിടെ കയ്യും കെട്ടിയുന്ന കയ്യാങ്കളി കണ്ടു രസിച്ചു അല്ലേ? തനിക്ക് യൂണിഫോം ഒക്കെ ഊരി വെച്ച് അവരുടെ വീട്ടിൽ കരി വെച്ചു. മെതിക്കളം തുമ്മിയും ആറ്റിപ്രാക്കൽ തുമ്മിയും എനിക്ക് എത്ര രൂപ മാസപ്പടി തരുന്നത്? തനിക്ക് യൂണിഫോം അടിച്ചു വെച്ച് അവരുടെ വീട്ടിൽ പോയി അരി വെച്ചുകൂടെ? നിനക്കെന്തൊരു ബുദ്ധിയാടാ കീടമേ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം, പിന്നെ എന്റെ വക സെക്സ്വാലിറ്റി വേണം. കഴിഞ്ഞ 2 എപ്പിസോഡുകളും ആരോ വിങ്സിലായിരുന്നു. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് മനോഹരമായിരുന്നെങ്കിലും അവരെ കടത്തി വെട്ടി ഇവിടുത്തെ ഫാക്കൽറ്റീസ് വളരെ മനോഹരമായിരുന്നു. ഫുൾ പവറായിട്ടാണ് അവർ വന്നത്. എന്താണ്, ഞാൻ വിട്ടു പോകാൻ തോന്നില്ല, പക്ഷേ നമുക്ക് സമയപരിധി ഉണ്ടായത് കൊണ്ട് തന്നെ ഇവിടുന്ന് പോയേ പറ്റുള്ളൂ. തൽക്കാലം ഇവിടുന്ന് നമ്മൾ പിരിയുകയാണ്. അടുത്ത ഒരു കോളേജിൽ മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെയും ഗുഡ് ബൈ.